It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. കനത്ത മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. ചന്ദനമരത്തിന് താഴെയുള്ള മുല്ലക്കാട്ടിൽ നിന്ന് മുത്തശ്ശൻ പൂക്കൾ പറിക്കുകയായിരുന്നു. മരത്തിലെ ഇലകളിൽ മഴത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. I like bathing in the rain, but he might not like it, but it would be great fun. മരമൊന്ന് കുലുക്കിയാൽ മുത്തശ്ശനും എനിക്കും നല്ലൊരു കുളിർമഴ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. മഴയിൽ കുളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മുത്തശ്ശന് അത് ഇഷ്ടപ്പെടില്ലായിരിക്കാം. എന്നാൽ അത് നല്ല തമാശയായിരിക്കും. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower, and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. അതുകൊണ്ട് ഞാൻ ശബ്ദമുണ്ടാക്കാതെ മരത്തിനടുത്തെത്തി. സർവ്വശക്തിയുമെടുത്ത് അതിനെ കുലുക്കി. കനത്ത മഴ പെയ്തു. മുത്തശ്ശനും ഞാനും നനഞ്ഞു കുതിർന്നു. ഞാനത് ഇഷ്ടപ്പെട്ടു. പക്ഷേ മുത്തശ്ശൻ മറിച്ചും. അദ്ദേഹം ദേഷ്യത്തിൽ എൻ്റെ നേർക്ക് തിരിഞ്ഞു. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. അദ്ദേഹം എന്നെ പിടികൂടി തല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടി. അദ്ദേഹം എൻ്റെ പിന്നാലെ ഓടി. ഞാൻ ഓട്ടത്തിൻ്റെ വേഗം കൂട്ടി. എന്നാൽ അദ്ദേഹം കൂടുതൽ വേഗത്തിൽ ഓടി. He had almost caught me when he stumbled and fell. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. എന്നെ ഏതാണ്ട് പിടിക്കാറായപ്പോൾ അദ്ദേഹം കാലുതട്ടി വീണു. ഞാൻ വയലിലേക്ക് ഓടി. അവിടെ ഒളിച്ചിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. I did not want to go home because I feared that grandfather would beat me. I stayed on in the field. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. മുത്തശ്ശൻ തല്ലുമെന്നതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. വയലിൽ തന്നെ തങ്ങി. ഇരുട്ട് വീണു തുടങ്ങി. ഇരുട്ടിൽ ഒറ്റയ്ക്ക് തങ്ങാൻ എനിക്ക് ഭയമായിരുന്നു. കേട്ടിട്ടുള്ള പ്രേതകഥകൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. എന്നിട്ട് വീട്ടിലേക്ക് ഓടി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and looked shelter in the loft. From there, I could see grandfather sitting on the veranda saying his prayers. മുത്തച്ഛനെ നേരിടാൻ എനിക്കപ്പോഴും ഭയമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീടിനുള്ളിലേക്ക് പോയില്ല. പശുത്തൊഴുത്തിൻ്റെ മേൽത്തട്ടിൽ അഭയം തേടി. വരാന്തയിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്ന മുത്തച്ഛനെ എനിക്ക് കാണാമായിരുന്നു. Grandmother was waiting for me. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. മുത്തശ്ശി എന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കാണാതായപ്പോൾ വീട്ടിൽ എല്ലായിടത്തും അവർ എന്നെ തിരക്കി. എന്നിട്ട് അവർ പുറത്തിറങ്ങി. ഞാൻ പറമ്പിൽ എവിടെയോ ഉണ്ടെന്ന് കരുതി ഉറക്കെ വിളിച്ചു. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. He is not in the house, grandmother said. I look for him everywhere. എന്നെ ഉറക്കെ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. അപ്പോൾ അവർ മുത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. വീട്ടിനുള്ളിൽ നോക്കാനായി മുത്തച്ഛൻ പറഞ്ഞു. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അവൻ വീട്ടിനുള്ളിലില്ല, മുത്തശ്ശി പറഞ്ഞു. ഞാൻ ഇവിടെയെല്ലാം അന്വേഷിച്ചു. Then grandfather stood up and went outside and called aloud, Come Raja, come. I won't beat you. But I did not answer him, for
I thought that he would beat me. മുത്തശ്ശൻ എണീറ്റ് പുറത്തേക്ക് പോയി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വരൂ രാജ വരൂ, ഞാൻ നിന്നെ തല്ലുകയില്ല. എന്നാൽ ഞാൻ മിണ്ടിയില്ല, കാരണം അദ്ദേഹം എന്നെ തല്ലുമെന്ന് ഞാൻ വിചാരിച്ചു. Grandmother was angry and said, he won't come. You draw him away. I heard you said that you would beat him if he came home. Poor child, he is afraid of you and has run away. മുത്തശ്ശി ദേഷ്യപ്പെട്ടു പറഞ്ഞു, അവൻ വരില്ല. നിങ്ങൾ അവനെ ആട്ടി ഓട്ടിച്ചു. വീട്ടിലെത്തിയാൽ അവനെ തല്ലുമെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. പാവം കുട്ടി, നിങ്ങളെ ഭയന്ന് അവൻ ഓടിപ്പോയി. Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they couldn't find me. Grandmother started weeping. Grandfather started walking up and down the courtyard. മുത്തശ്ശൻ വേലക്കാരെ വിളിച്ചു. അവരോട് പുറത്തുപോയി എന്നെ അന്വേഷിക്കാൻ പറഞ്ഞു. അവർ പോയി. കുറച്ചു നേരം കഴിഞ്ഞ് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ അവർ തിരിച്ചെത്തി. മുത്തശ്ശി കരയാൻ തുടങ്ങി. വീട്ടുമുറ്റത്ത് മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. എന്നെ കാണാനില്ല എന്ന വാർത്ത പരന്നു. ആദ്യം അയൽക്കാരെത്തി, തുടർന്ന് ബന്ധുക്കളും. ദുഃഖവാർത്ത കേട്ട് മറ്റുള്ളവരും എത്തി. മുത്തശ്ശിയോട് സഹതാപം പ്രകടിപ്പിക്കാനാണ് പലരും എത്തിയത്. Grandfather did not like this. He shouted, nothing has happened to the boy. He is hiding somewhere. Can some of you go out and find him instead of wasting your time here? മുത്തച്ഛന് ഇത് ഇഷ്ടമായില്ല. അദ്ദേഹം അലറി, കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് സമയം കളയാതെ നിങ്ങളിൽ ആർക്കെങ്കിലും വെളിയിൽ പോയി അന്വേഷിക്കരുതോ? Some of them went out to search for me. More and more people came, and soon there was a big crowd. By now, grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. എന്നെ അന്വേഷിച്ച് ചിലർ പുറത്തേക്ക് പോയി. കൂടുതൽ കൂടുതൽ ആളുകളെത്തി. പെട്ടെന്ന് വലിയൊരു ജനക്കൂട്ടമായി. അപ്പോഴേക്ക് മുത്തശ്ശിക്ക് എന്നെ വീണ്ടും കാണാൻ കഴിയുമെന്ന മോഹം നഷ്ടപ്പെട്ടു. ഞാൻ എത്ര നല്ല കുട്ടിയാണെന്ന് അവർ ആളുകളോട് പറയാൻ തുടങ്ങി. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. എന്നെ കണ്ടെത്താതെ അന്വേഷണ സംഘങ്ങൾ തിരികെ എത്തി. മുത്തശ്ശി നിലവിളിച്ചു കരയാൻ തുടങ്ങി. ജനക്കൂട്ടത്തിലെ പെണ്ണുങ്ങളും കൂടെ കരഞ്ഞു. വീട്ടുജോലിക്കാരും വിലാപത്തിൽ ചേർന്നു. ഞാൻ മരിച്ചെന്ന രീതിയിലാണ് എല്ലാവരും പെരുമാറിയത്. I felt very sorry for grandmother. I wanted to come out. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple, and prayed, "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. മുത്തശ്ശിയെ ഓർത്ത് ഞാൻ വളരെയേറെ ദുഃഖിച്ചു. പുറത്തു വരാൻ ഞാൻ ആഗ്രഹിച്ചു. മുത്തച്ഛൻ ഉറച്ച ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ദുഃഖിതനാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരിക്കലും അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം എണീറ്റ് കുടുംബക്ഷേത്രത്തിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, സഹായിക്കണേ, എൻ്റെ കുട്ടിയെ തരണേ. അവനെ ഇപ്പോൾ എനിക്ക് വേണം. അല്പനേരം പോലും കാത്തിരിക്കാൻ കഴിയില്ല. അദ്ദേഹം നിശബ്ദനായി പ്രാർത്ഥനയിൽ മുഴുകി നിന്നു. At that moment, Uncle returned. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. അപ്പോഴേക്കും മാമൻ മടങ്ങി വന്നു. വീട്ടിൽ നടക്കുന്നതെന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ചുറ്റും നോക്കി. ഞാൻ എവിടെയായിരിക്കുമെന്ന് ഊഹിച്ചു. പശുത്തൊഴുത്തിനടുത്ത് വന്ന് എന്നോട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി. മാമൻ എന്നെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him.
He took me up in his arms in joy, hugged me, and said, God heard my prayers and has given you back to us. മുത്തച്ഛൻ പ്രാർത്ഥിച്ചു തീർന്നതേയുള്ളൂ. തിരിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഞാൻ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. സന്തോഷത്താൽ അദ്ദേഹം സ്വന്തം കൈകളിൽ എന്നെ വാരിപ്പുണർന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ ഞങ്ങൾക്ക് തിരികെ തന്നു, അദ്ദേഹം പറഞ്ഞു.